ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിവാമിസാണ്. നമ്മുടെ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന ചാപ്റ്ററിൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ശിലായുഗം, സ്റ്റോൺ ഏജും. സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയൊക്കെയായിരുന്നു? ഈ പാലിയോലിത്തിക് ഏജ് ഉണ്ട്, പിന്നെയോ മിസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ് അല്ലേ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം ആൻഡ് എന്താണ് നവീന ശിലായുഗം. ഇത് മൂന്ന് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. എന്തായിരുന്നു ശിലായുഗം? നമുക്കറിയാം നമ്മുടെ ഏർലി ഹ്യൂമൻസ് എന്താടാ ചെയ്തത്? നമ്മുടെ ഏർലി ഹ്യൂമൻസ് ഫോറസ്റ്റിലെ കാടുകളിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അവരവരുടെ ജീവിതം എങ്ങനെയാണ് നയിച്ചത്? യെസ്, എന്താണ്? ദേ ലിവ്ഡ് ബൈ ഗ്യാതറിംഗ് ഫ്രൂട്ട്സ് അല്ലേ. ഫ്രൂട്ട്സ് ഒക്കെ ശേഖരിച്ചും വെജിറ്റബിൾസും ഒക്കെ എന്താണ് ഗ്യാദർ ചെയ്തു അല്ലെ, ശേഖരിച്ചു. ദെൻ ഹണ്ട് ചെയ്തു അല്ലെ. ആനിമൽസിനൊക്കെ എന്താണ് വേട്ടയാടിയിട്ടൊക്കെ ആയിരുന്നു അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോ ഇവര് എന്താ പറയാ, വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തത് കല്ലായിരുന്നു. ഓക്കെ, കല്ലായിരുന്നു അവര് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ യൂസ്ഡ് സ്റ്റോൺ ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. ലൈക്ക് അവര് എന്താ സ്റ്റോൺസ് അല്ലെ, കല്ലുകളായിരുന്നു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്തത്. ഇപ്പൊ എന്താണ് ഒരു കായികനികളോ അല്ലെങ്കിൽ എന്താ വെജിറ്റബിൾസ് ഒക്കെ ശേഖരിക്കും, കല്ലെടുത്തൊന്ന് എറിയാം അല്ലെ, അങ്ങനെയെങ്കിലും വേട്ടയാടാൻ വേണ്ടി കല്ലൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ കല്ലുകൾ മെയിൻ ആയിട്ട് എന്താണ് അവര് വെപ്പണായിട്ട് ഉപകരണമായിട്ട് യൂസ് ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു എന്താ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ. സിൻസ് സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് വെപ്പൺസ് ദിസ് പീരീഡ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്. ഈ ഒരു കാലഘട്ടമാണ് ശിലായുഗം എന്നറിയപ്പെടുന്നത്, സ്റ്റോൺ ഏജ് എന്നറിയപ്പെടുന്നത് അല്ലെ. എന്താണ്? യെസ്, ഒരു വനാന്തരങ്ങളിലാണ് താമസിച്ചെന്ന് പറഞ്ഞു. കായികനികൾ ശേഖരിച്ചു, മൃഗങ്ങളെ വേട്ടയാടിയിട്ടൊക്കെയായിരുന്നു അവരവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെന്താണ്? ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരുക്കൻ റഫ് സ്റ്റോൺസ് അല്ലെ, പരുക്കൻ കല്ലുകളൊക്കെ ആയിരുന്നു അവർ വെപ്പണായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നാൽ ഈ കാലഘട്ടത്തെ എന്ത് വിളിച്ചു? ശിലായുഗം എന്നാണ് വിളിച്ചത്. ഓക്കെ, ശിലകൾ ആയുധമാക്കി യൂസ് ചെയ്ത ഈ ഒരു കാലഘട്ടത്തെ എന്താ വിളിച്ചത്? സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്നാണ് വിളിച്ചത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു നമുക്കറിയാം. എന്താ? പ്രാചീന ശിലായുഗം അല്ലെ, പാലിയോലിത്തിക് ഏജ് ഉണ്ട്. പിന്നെയോ മിസോലിത്തിക് ഏജ് മധ്യശിലായുഗം ആൻഡ് നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. അപ്പൊ നമുക്ക് പ്രാചീന ശിലായുഗം നോക്കിയാലോ മക്കളെ? മസ്റ്റാണ് ഇത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വേണം പഠിച്ചു വെക്കാം കേട്ടോ. നോക്കിക്കോ, പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോൺ ഏജിന്റെ ശിലായുഗത്തിന്റെ ആദ്യപടി അല്ലെങ്കിൽ ആദ്യ സ്റ്റേജ് എന്നൊക്കെ പറയും അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്. ഓക്കെ, പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആദ്യഘട്ടമാണ് അല്ലെ. ശിലായുഗത്തിന്റെ സ്റ്റോൺ ഏജിന്റെ ആദ്യഘട്ടമായിരുന്നു എന്താടാ യെസ്, പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ. അതുപോലെ എന്താ, അവര് പരുക്കൻ കല്ലുകളാണ് ആ ഒരു പ്രാചീന യുഗത്തിൽ അവരെന്താണ് ആയുധങ്ങളായിട്ട് യൂസ് ചെയ്തത്. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. അവരുടെ ടൂൾസ് ആയിട്ട് എന്താണ് പരുക്കൻ കല്ലുകൾ യൂസ് ചെയ്ത കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്. അപ്പൊ മറന്നുകൊണ്ടാ, റഫ് സ്റ്റോൺസ് ആണ്. റഫ് സ്റ്റോൺസ് എവിടെയായിരുന്നു? പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ് കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് അവരെന്താ ചെയ്തത്? ഉപജീവന മാർഗം എന്തായിരുന്നു അവരുടെ? ശേഖരണവും വേട്ടയാടലും, അതായത് ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ്ങും ആയിരുന്നു അല്ലെ. വേട്ടയാടലും ഗ്യാതറിങ്, ഭക്ഷണ ശേഖരണം ഒക്കെ ആയിരുന്നു എന്ത് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്റ്റോൺ ഏജിന്റെ ആദ്യ ഫേസ് ആണ്, ആദ്യത്തെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അവര് കല്ലുകളെ പരുക്കൻ റഫ് സ്റ്റോൺസ് ആയിരുന്നു അവരെന്താണ് അവര് ടൂൾസ് ആയിട്ട് യൂസ് ചെയ്തത്. അതിനെന്താണ് ഗ്യാതറിങ്ങും ഹണ്ടിങ്ങും ആയിരുന്നു അവരുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിരുന്നു മധ്യശിലായുഗം അല്ലെങ്കിൽ മിസോലിത്തിക് അല്ലെ. പാലിയോലിത്തിക് കുറച്ച് കഴിഞ്ഞില്ലേ, അങ്ങനെ എന്താ പറയാ മാറി മാറി വരിക അല്ലെ. അപ്പോ പാലിയോലിത്തിക് കഴിഞ്ഞാൽ എന്താണ്? മിസോലിത്തിക് ആണ്, മധ്യശിലായുഗമാണ്. സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ അഥവാ യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, അതായത് സൂക്ഷ്മമായിട്ട് കണ്ടോ, ചിത്രം കണ്ടോ, സൂക്ഷ്മ ശിലായുഗം, സൂക്ഷ്മ ശിലാ ഉപകരണങ്ങളാണ് എന്താ നിയോലിത്തിക് ഏജിലുള്ളവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെന്താണ് എഡിബിൾ പ്ലാന്റ്സ് അല്ലേ, ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യമൊക്കെ ഭക്ഷണമാക്കിയിരുന്നു. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അവർ ഭക്ഷണ ആവശ്യത്തിനായിട്ട് എന്താണ് എഡിബിൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകളും മത്സ്യമൊക്കെ ആയിരുന്നു അവര് ഫുഡിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അനിമൽ സ്കിൻ ആൻഡ് ബാർക്ക് ഓഫ് ട്രീസ്, എന്താണ് മൃഗത്തോൽ അല്ലെ, മൃഗങ്ങളുടെ തൊലിയും ബാർക്ക് ഓഫ് ട്രീസ് മരത്തോലുകളൊക്കെയാണ് എന്താ ഇലകൾ അല്ലെ, ലീവ്സ് ഒക്കെ ആയിരുന്നു എന്താ അവര് പ്രധാനമായിട്ടും വസ്ത്രങ്ങളായിട്ട് യൂസ് ചെയ്തത്. അപ്പൊ ഈ പോയിന്റ് മറന്നുകൊണ്ട് കേട്ടോ, ഈ പോയിന്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചോ. അപ്പോൾ ഈ എന്താ പറയാ, നിങ്ങളോട് ചിത്രം തരും കേട്ടോ. അവരെന്താണ്
പുല്ലുകളും അതുപോലെ ബാർക്ക് ഓഫ് ട്രീസും ആനിമൽ സ്കിന്നും ഒക്കെ എന്താണ് വസ്ത്രങ്ങളായിട്ട് യൂസ് ചെയ്ത കാലഘട്ടം ഏതായിരുന്നു? അത് നിയോലിത്തിക് ഏജ് ആണ്, അഥവാ നിയോലിത്തിക് അല്ല, മിസോലിത്തിക് ഏജ് ആണ്, മധ്യശിലായുഗമാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അവർ മൃഗത്തോൽ അല്ലെ, മൃഗത്തോൽ, അതായത് ആനിമൽ സ്കിന്ന്, ബാർക്ക് ഓഫ് ട്രീസ്, മരങ്ങളുടെ തൊലി ഇല്ലേ, പുറത്തുള്ള തൊലി, അതും പിന്നെയോ പുല്ലുകളൊക്കെ അല്ലെ, പുല്ലുകളൊക്കെ ലീവ്സ് ഒക്കെ എന്താണ് വസ്ത്രങ്ങളായിട്ട് യൂസ് ചെയ്ത ആ ഒരു കാലഘട്ടമായിരുന്നു എന്തടാ മിസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? മധ്യശിലായുഗം മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നവീന ശിലായുഗം. നവീന ശിലായുഗത്തിലേക്ക് എന്താണ് കല്ലുകളൊക്കെ മാറ്റം വരുത്തിട്ടോ, കല്ലുകളൊക്കെ മാറി അവിടെ എന്താണ് വന്നത്? യെസ്, മിനുസപ്പെടുത്തിയ കല്ലുപകരണങ്ങൾ കൂടുതൽ എന്താണ് യെസ് യൂസ്ഡ് മോർ റിവൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഒക്കെ. മിനുസപ്പെടുത്തിയ ചിത്രം കണ്ടോ, മിനുസപ്പെടുത്തിയ ടൂൾസ് ഒക്കെ അവർ യൂസ് ചെയ്തു. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കല്ലുകളിൽ മാറ്റം വന്നു അല്ലേ, സ്റ്റോണിൽ മാറ്റം വന്നു അല്ലേ. അപ്പോൾ എന്താണ് റഫ് സ്റ്റോൺസ് ആയിരുന്നു പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മധ്യശിലായുഗത്തിൽ എന്തായിരുന്നു? യെസ്, പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെ, എന്താണ് യെസ് മധ്യശിലായുഗത്തിൽ എന്താ ഉണ്ടായത്? യെസ്, സൂക്ഷ്മ ശിലായുഗം, അതായത് യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, സൂക്ഷ്മമായിട്ടുള്ള ശില അതായിരുന്നു. ഇവിടെ എന്താണ് പോളിഷ് ചെയ്തിട്ടുള്ള അല്ലെ, എന്താണ് മിനുസപ്പെടുത്തിയ, കൂടുതൽ എന്താണ് മിനുസപ്പെടുത്തിയമായിട്ടുള്ള കല്ലുപകരണങ്ങളാണ് അവർ യൂസ് ചെയ്തത്. അത് മാത്രമല്ല എന്താണ് നവീന ശിലായുഗത്തിലാണ് നമ്മുടെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, കൃഷി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ പോയിന്റ് പഠിച്ചു വെച്ചോ, കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. മസ്റ്റായിട്ട് പഠിക്കുന്നതാണ്. നവീന ശിലായുഗത്തിലാണ് എന്ത് അവര് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങൾ മറന്നു പോകാതെ പഠിക്കുക. അതുപോലെ ചക്രത്തിന്റെ ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണമൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തത് എന്താണ്? യെസ്, ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ, നവീന ശിലായുഗത്തിലാണ്, അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിലാണ്. ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്രി, മൺപാത്ര നിർമ്മാണവും പിന്നെന്താണ് വീൽ അല്ലെ, ചക്രം കണ്ടുപിടിച്ചൊക്കെ എന്താണ് ഈ ഒരു നിയോലിത്തിക് ഏജ് നവീന ശിലായുഗത്തിലായിരുന്നു. അപ്പൊ നിങ്ങൾ പ്രാചീന ശിലായുഗം എന്താണ്? യെസ്, നമുക്കറിയാം റഫ് സ്റ്റോൺസ് യൂസ് ചെയ്തു. അതുപോലെയോ മധ്യശിലായുഗം മിസോലിത്തിക് ആണെങ്കിൽ എന്താണ് യൂസ് ചെയ്തത്? സൂക്ഷ്മ ശിലാ ഉപകരണങ്ങളായിരുന്നു യൂസ് ചെയ്തത്. അതുപോലെ നിയോലിത്തിക് ആണെങ്കിൽ എന്താണ്? നിയോലിത്തിക് നവീനത്തിലാണെങ്കിലോ യെസ് പോളിഷ്ഡ് സ്റ്റോൺസ് അല്ലെ. അവ കല്ലുകളിൽ തന്നെ മാറ്റം കേട്ടോ, ഉപകരണങ്ങളിൽ തന്നെ മാറ്റം വന്നത് നോക്കിക്കോ. അതുപോലെ എന്താണ് നമ്മുടെ നവീന ശിലായുഗത്തിലാണ് കൃഷി സ്റ്റാർട്ട് ചെയ്തത്. മധ്യശിലായുഗത്തിലാണ് എന്താ അവര് പുല്ലുകളും പിന്നെ ആനിമൽ സ്കിന്നൊക്കെ വസ്ത്രങ്ങളായിട്ട് യൂസ് ചെയ്ത്. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ മക്കള് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം 3 എണ്ണം നിങ്ങൾ മസ്റ്റ് സ്റ്റഡി ആണ്, എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്. ഈ 3 എണ്ണത്തിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കണം. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്.